വാഗമൺ ഉളുപ്പുണി നിവാസികൾക്ക് ഇത് സന്തോഷത്തിന്റെ ദിനങ്ങൾ. ടൂറിസ്റ്റുകാരുടെ പറുദീസയായ വാഗമൺ ഉളുപ്പുണിയിലേക്ക് KSRTC സർവീസ് ആരംഭിച്ചിരിക്കുന്നു. സാധാരണക്കാരും കൃഷിക്കാരും അടങ്ങുന്ന ഏകദേശം 500ഓളം കുടുംബങ്ങൾ ഉളുപ്പുണിയിൽ സ്ഥിരതാമസക്കാരായുണ്ട്. കടുത്ത യാത്രാക്ലേശം നേരിടുന്ന ഈ പ്രദേശത്ത് ആദ്യമായി ഒരു KSRTC സർവീസ് തുടങ്ങിയിരിക്കുകയാണിപ്പോൾ. വർഷങ്ങൾക്ക് ശേഷം ഇന്നാട്ടിലേക്ക് സർവീസ് ആരംഭിച്ച ബസ്സിന് നല്ലവരായ നാട്ടുകാർ വമ്പൻ വരവേൽപ്പാണ് നൽകിയത്. പതിറ്റാണ്ടുകളായി ടാറിങ് നടക്കാതെ പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന റോഡ് പുനരുദ്ധരിച്ചത് ഈ അടുത്ത കാലത്താണ്. അതിന്റെ വാർത്തകൾ പത്രമാധ്യമങ്ങളിലും വന്നിരുന്നു. ഉൾനാടൻ ഗ്രാമമായ ഉളുപ്പുണിയിലേക്ക് ആനവണ്ടി എത്തിയതോടെ വിലങ്ങുതടിയായി നിന്ന യാത്രാക്ലേശത്തിന് പരിഹാരമായിരിക്കുകയാണ്. മുൻപ് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ടാക്സി വാഹനങ്ങളെ ആശ്രയിക്കണമായിരുന്നു. ഉളുപ്പുണി നിവാസികൾക്ക് വിഷമകരവും സാമ്പത്തിക നഷ്ടവുമായിരുന്ന യാത്രകളിപ്പോൾ ആനവണ്ടിയുടെ വരവോടുകൂടി സുഗമമായിരിക്കുന്നു. നീണ്ട കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്വപ്നസാക്ഷാത്കാരം നടന്നതിന്റെ സന്തോഷത്തിമിർപ്പിലാണ് നാട്ടുകാർ. തങ്ങളുടെ നാട്ടിൽ ബസ് സർവീസ് ആരംഭിച്ചത് ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണവർ. മുൻപ് പ്രൈവറ്റ് ബസ്സുകൾ ഓടിയിരുന്നെങ്കിലും വഴിയുടെ ശോചനീയ അവസ്ഥ മൂലമുണ്ടാകുന്ന അമിതമായ അറ്റകുറ്റപ്പണികൾ കാരണം ഏകദേശം 10 വർഷത്തോളമായി ട്രിപ്പ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ടൂറിസ്റ്റുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതും സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനുമായ ഉളുപ്പുണിയിലേക്ക് ഈരാറ്റുപേട്ട ഡിപ്പോയുടെ വണ്ടിയാണ് ഇപ്പോൾ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 6:45 ഈരാറ്റുപേട്ടയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് 8 മണിക്ക് ഉളുപ്പുണിയിൽ എത്തിച്ചേരും. 8:15 ഉളുപ്പുണിയിൽ നിന്നും കോട്ടയത്തേക്ക് പുറപ്പെടും.
പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും യാത്രാപ്രേമികളുടെയും ഒക്കെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി എത്തിയ ബസ് സർവീസ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഏറെ പ്രയോജനപ്രദമാണ്. ഉളുപ്പൂണിക്കാർക്ക് മാത്രമല്ല, വൺ ഡേ ട്രിപ്പിന് ഉളുപ്പൂണി തിരഞ്ഞെടുക്കുന്നവർക്കും പ്രകൃതി സുന്ദരമായ വെള്ളാരംകുന്നും ഉളുപ്പൂണി ടണലുമൊക്കെ ഇനി ആനവണ്ടിയിൽ വന്ന് കണ്ടുമടങ്ങാം. അവിടെ ചവിട്ടിയത് നിർത്തിയേ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിലേക്ക് ഒരു KSRTC സർവീസ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ബസ് വന്നതിൻ്റെ സന്തോഷം തീർച്ചയായിട്ടും നമുക്ക് ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങളെ കാണുമ്പോൾ എത്രമാത്രം വലുതാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും നേരിട്ട് കണ്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു ബസ് വന്നതിൻ്റെ ഒരു ഉദ്ഘാടനം ചടങ്ങും അതുപോലെ ഇവർക്കൊരു സ്വീകരണമൊക്കെയാണ് നമ്മൾ ആലോചിച്ചേക്കുന്നത്. ഈ ബസ് വന്നതിൻ്റെ ഇതിൻ്റെ ഒരു ആഘോഷമുള്ള ഭാഗമായിട്ട് ഇതിൻ്റെ കാര്യത്തിനായിട്ട് അച്ഛൻ രണ്ട് വാക്ക് സംസാരിക്കുന്നത്. സ്നേഹമുള്ള നാട്ടുകാരെ, നമുക്കെല്ലാവർക്കും ഒത്തിരി കാത്തിരുന്ന ഒരു മുഹൂർത്തമാണ് ഇന്ന് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ നാടിന് ഒരു നല്ല റോഡുണ്ടായി, അതും ദൈവാനുഗ്രഹമാണ്. അതിനുശേഷം നമ്മൾ
ഒരു ബസ് സർവീസ്. കാരണം നാടിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും നമ്മുടെ എല്ലാം യാത്ര സൗകര്യം എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ അതിന് ഇടയാക്കി നമ്മുടെ KSRTCയുടെ അധികാരികൾക്കും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ എബിനും അതുപോലെ ഇതിന് മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഇതിന് സഹകരിക്കണം. കാരണം നമ്മുടെ സഹകരണം പോലെയാണ് ഈ ബസ്സിൻ്റെ തുടർന്നുള്ള സർവീസും അതുപോലെ ഇനി കൂടുതൽ സർവീസ് അല്ലെങ്കിൽ സമയം ഉണ്ടാകുക എന്നൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഒരു സഹകരണം പോലെയാണ്. അതുകൊണ്ട് നമ്മൾ എത്ര ത്യാഗം സഹിച്ചാലും നമ്മൾ ഈ ബസ് തുടർന്ന് കൊണ്ടുപോകുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഓരോരുത്തരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ബസ് സർവീസ് ഇന്ന് ആരംഭിച്ച ഈ ഡ്രൈവർ സബീറിനും സുരേഷിനും പ്രത്യേകം നമ്മുടെ ഈ സമൂഹത്തിൻ്റെ എല്ലാം പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണെന്ന് തീർച്ചയായിട്ടും ഇവരുടെ ഈ സർവീസ് നേതൃത്വം കൊടുക്കുന്ന ഇവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാടിനെയും അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവരെ അർത്ഥമായിട്ട് സ്വീകരിക്കാം. പോകാത്ത ആൾക്കാർ ടിക്കറ്റ് എടുക്കാം കേട്ടോ. സഹകരിക്കണം. നമ്മൾ ഹരിപ്പാട് ഉളുപ്പുണി എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഒരു നിവേദനം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അന്ന് വെറുതെ ഒരു പോസ്റ്റായിപ്പോയി. അപ്പം നമ്മൾ ശരിക്കും പറയുവാണെങ്കിൽ ഇങ്ങനൊരു ബസ്സിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് നമ്മുടെ വാഗമൺ ബസ് ടൈമിംഗ് ലൈവ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൻ്റെ ഒരു അഡ്മിനാണ് നമ്മുടെ വാഗമൺകാരനായ എബിനാണ് അതിൻ്റെ അഡ്മിൻ. അപ്പം ഇങ്ങനെ സർവീസിനെ കുറിച്ച് ഞങ്ങൾ ഏറ്റവും കൂടുതൽ, അതായത് ഞാനും എബിനുമാണ് ഏറ്റവും കൂടുതൽ ഈ സർവീസിനെ കുറിച്ചൊക്കെ ആലോചിച്ചതും. അതായത് ഈ സർവീസ് ഇങ്ങനെ സർവീസ് നമുക്ക് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ബസ് വരാത്തൊരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ ഇങ്ങനൊരു ബസ് വരുന്നതിന് വേണ്ടി നമ്മളോട് ഈ നാടിനോട് ഏറ്റവും ആത്മാർത്ഥപരമായിട്ട് ഈ ബസ് വരുന്നതിന് വേണ്ടി പ്രയത്നിച്ച ഒരാളും ഇങ്ങനെ ഒരു ബസ് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ സഹായിച്ച ഒരാളുമാണ് നമ്മുടെ വാഗമൺകാരനായ പ്രിയപ്പെട്ടത്. അപ്പം ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും നന്ദിയോടെ ഇതിന് ഈ നാടിൻ്റെ ഒരു ഉപകാരം ഞങ്ങൾ സ്നേഹപൂർവ്വം നൽകുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രഞ്ജിത്തും ഇതിൻ്റെ ഇങ്ങനെ ഈ ബസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ പ്രൊമോഷൻസും അതായത് ഗ്രൂപ്പുപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇങ്ങനെ ബസ് വരാനായിട്ടും എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം സഹായിക്കുകയും നാടിനെ സഹായിച്ച നമ്മുടെ സ്റ്റുഡിയോ നടത്തുന്ന വാങ്ങുള്ള രഞ്ജിത്താണ്. രഞ്ജിത്തിന് ഈ നാട് ഏറ്റവും സ്നേഹപൂർവ്വം ഓർക്കുകയും ഈ നാടിൻ്റെ ഒരു ഉപകാരം രഞ്ജിത്തിനും സമർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കി നന്ദി പറഞ്ഞുകൊണ്ട്
ഇങ്ങോട്ടോ